ഗോപൻ സ്വാമി സമാധിയായി എന്ന വിവരം ശരിക്കും നടുക്കത്തോടെയാണ് നാട്ടുകാർ അറിഞ്ഞത്. ഒരു നാട്ടുകാരെ നമ്മളോട് ചേരുന്നുണ്ട്. ശരിക്കും എന്താണ് നിങ്ങൾ അറിഞ്ഞത്? ഞങ്ങൾ ഇന്നലെയാണ് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കോവിൽ വയ്ക്കുന്ന സമയത്ത് ഇവിടെ കന്യമൂലയിൽ നാഗർക്ക് വേണ്ടി ചെയ്തിട്ടിരുന്നതാണ്. അപ്പം നാഗര പ്രതിഷ്ഠയ്ക്ക് വേണ്ടി വേറെ ഒരാൾ ഫ്രീ ആയിട്ട് വസ്തു കൊടുത്തപ്പോൾ മുകളിൽ അവിടെ നാഗര വെച്ച്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തത് ഇവിടെ ഈ വാൾ പോസ്റ്റ് ഒട്ടിച്ചതിന് ശേഷമാണ് നാട്ടുകാർ അറിഞ്ഞത്. 2 മക്കളും ഭാര്യയും മരുമോളും കൂടി ചെയ്തതാണ്. സമാധി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സമാധി ഇരിക്കുന്ന ആൾ അവൻ പറഞ്ഞിട്ടില്ല, അച്ഛൻ ഗുളിക കഴിച്ച്, BP-യുടെ ഗുളിക കഴിച്ച്, ഷുഗറിൻ്റെ ഗുളിക കഴിച്ച്, കഞ്ഞി കുടിച്ച്, പിന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് ഈ സമാധി ഇരിക്കുന്ന ആൾ ഇതെല്ലാം ചെയ്യൂ. ഇത് എന്തോ അവർ സ്വാർത്ഥ താല്പര്യത്തിന് ചെയ്തതാണ്. പക്ഷേ ഇത് അതിനകത്ത് വെച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഉയിര് പെയ്യത്. അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ട്? സംശയമുണ്ട്. ഈ വീട്ടുകാർ പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടുത്തെ ശബ്ദമൊക്കെ ഭയങ്കര എന്താ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊരു പരാതി നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ. സത്യം എന്തൊരു നാട്ടുകാർക്ക് ഇവിടെ എന്തൊരു പരാതി? നാട്ടുകാർക്ക് കൂടെ ഒരു പരാതിയില്ല. ഇല്ല നാട്ടുകാർക്ക് ഒരു പരാതിയില്ല. ഇവിടെ ഇപ്പം നട തുറക്കണില്ലെന്നാൽ ഇപ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോയിരുന്നാലും പെമ്പിള്ളേർ ഇതുപോലത്തെ ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് വരും. അവർ പാവാടയും ബ്ലൗസോ അല്ലെങ്കിൽ സാരി ഉടുത്തോണ്ട് വേണം. അങ്ങനെ മൊത്തം പിള്ളേർ ഇവിടെ വരാതായി ഇവിടെ കോവിലൊന്നും തുറക്കണില്ല. അവൻ ഒരു പശുവിനെയും കിട്ടി പാലിന് ഒരു 2 ലിറ്റർ പാലും കൊണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി പാൽ കൊണ്ട് കാച്ചി കുടിച്ചിട്ട് ഇവിടെ കിടക്കും. ഇവിടെ മാട് വളർത്തിയാണ് ചെയ്യുന്നത്. നമുക്കറിഞ്ഞൂടെ മാട് വളർത്തുന്ന മുകളിൽ ഒരു പാർട്ടി ഒരുപാട് മാട് വളർത്തുന്നു. ഒരു മാട് വളർത്തി എത്ര രൂപ കിട്ടും? ഞാൻ 5 മാട് വളർത്തിയവനാണ്. ഈ സമാധിയായ ആൾ എങ്ങനെയായിരുന്നു നാട്ടുകാരോടൊക്കെയുള്ള പെരുമാറ്റം? നാട്ടുകാരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബ വീടെന്ന് പറഞ്ഞാൽ പ്ലാവള സ്കൂളിൻ്റെ അടുത്താണ്, പൂവാർ റോട്ടിൽ സ്കൂളിൻ്റെ താഴെ ചാണൻ്റെ കരയിലാണ് താമസിച്ചിരുന്നത്. നിസ്സാര പ്രശ്നത്തിന് 7 പേരെ ഒരു ദിവസം വെട്ടി. ഒരു സ്ത്രീയെ അടക്കം 7 പേരെ വെട്ടി. അവിടെ നിന്ന് ഒളിച്ചോടി കുറച്ച് ദിവസം എവിടെ പോയി കിടന്നിട്ട് പിന്നെ ആറാലുമുട്ടി വന്ന് വസ്തു വാങ്ങിച്ച് അവിടെ വീട് വെച്ച്. അവിടെ ചെമ്പ് തൊഴിലാളിയായിരുന്നു. ആറാലുമുട്ടി തീവപ്പ് കേസിൽ എല്ലാം പ്രതിയാണ്. പിന്നെ ഇവിടെ കോവിൽ വെച്ച് ഇവിടെ കിടക്കുകയായിരുന്നു. അതുപോലെ ഇപ്പോൾ വീട്ടുകാർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ മരണം വേറെ ആരെയും അറിയിക്കേണ്ട, നാട്ടുകാരൊന്നും അറിയിക്കേണ്ട. അത് അങ്ങനെ ഒരു നിയമം ഉണ്ട്, എനിക്കറിഞ്ഞൂടെ. എങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരെ എനിക്ക് കൊന്നെടുത്ത് അങ്ങ് കുഴിച്ചു മൂടായിരുന്നു. അല്ല, അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഈ രാവിലെ ആണ് വാൾ പോസ്റ്റ് ചെയ്ത് അവിടെ നേരത്തെ അടിച്ചു വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു, കൊണ്ടുവന്ന് അവിടെ ഒട്ടിച്ച്. മറ്റ് വീട്ടുകാരുടെ സമീപനമൊക്കെ എങ്ങനെയാണ്? നാട്ടുകാരുടെ നല്ല നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർ ഈ കോവിലുണ്ടാക്കി വെച്ചിട്ട് അവിടെ കയറ്റം ഉറക്കില്ല, പൂട്ടിയിട്ടാക്കി. അങ്ങനെയാണ് കോവിൽ വയ്ക്കുന്നത്. ആരും ഇതിനകത്ത് കയറ്റില്ല. ഒരാണ്ട് മാത്രം ഉത്സവം നടക്കും. അന്ന് മാത്രം ഒരു ഉത്സവത്തിൽ ഇവിടെ മൈക്ക് സെറ്റ് വെച്ച ഞാൻ അല്ലാതെ ഇവിടെ ഇതൊന്നും ചെയ്തിട്ടില്ല. അത് ശരി, ഈ കോവിൽ തുറപ്പേ ഒന്നുമില്ല. നിങ്ങൾക്ക് നാട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു അമ്പലം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഈ അമ്പലത്തിൽ ഈ ആളുകൾ ഇവിടെ വരുത്തിക്കില്ല. അങ്ങനെ ആൾ ഒരിക്കൽ മാത്രം ഈ ഇവിടെ ഉത്സവം നടത്തും. അന്ന് തന്നെ ഞാനാണ് ഇവിടെ മൈക്ക് സെറ്റ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഇവിടെ ആരും ഇങ്ങോട്ട് ഇറങ്ങില്ല. ഇവൻ വെളുപ്പാങ്കാലത്ത് മാത്രം അവിടെ ആ കന്നുകാലിക്ക് എത്ര പെണ്ടാട്ടിയും മാപ്പിളയും കൂടി വരും. അവിടെ ഈ പൂയിക്ക് ചെയ്യുന്നുണ്ട് 2 മണിക്കും 3 മണിക്കും. അല്ലാതെ നമുക്ക് ഇതിനൊന്നും അറിയാൻ നോക്കില്ല. വന്ന് പോയി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവരെ നോക്കി തോന്നിക്കാണ് പോണത്. അപ്പോൾ ഈ മരിച്ച ആളെ എങ്ങനെ? മരിച്ച ആള് വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് കിടക്കാണ് ഇരിക്കുന്നത്. ഞാൻ ഇവിടെ തെറ്റ് കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ അഴിച്ച വെളിയിൽ ഇറങ്ങി എല്ലാം നടക്കും. ഈ ഇടയ്ക്ക് എങ്ങാനും കണ്ടിരുന്നു? ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങില്ല. ഞാൻ രാത്രിയും പകലും നമ്മളിവിടെ കൂടി പോകണമെന്ന് നമുക്കറിയാം. എനിക്ക് ഇറവയാണ്. അതുകൊണ്ട് ഞാൻ ഡെയിലി രാത്രിയില്ല പോണത് കാണാം. എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ദുരൂഹത തോന്നിയത് ഈ ഒരു വിഷയത്തിൽ? ഇത് ഇവിടെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞ് നേരത്തെ ചോദിച്ചപ്പോൾ അവർ വിടൂല്ല. ഈ കോവിൽ ഉത്സവം നടക്കുമ്പോൾ ഒരിക്കൽ വരെ ഇത് നടത്തി, അതിനുശേഷം ഇതുവരെ നടന്നുമില്ല. എല്ലാ ദിവസവും പൂജ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആരും അറിയില്ല. ഈ പൂജ നടത്തുന്നതും നമ്മൾ ജനങ്ങളെ ഓരോരുത്തരും അറിയില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു സംഭവം നടന്നത് അങ്ങനെ തോന്നുന്നു. അങ്ങനെ ഇങ്ങനെ ആർക്കും ശല്യവും ഇല്ല. ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുകയുള്ളൂ. മുമ്പെല്ലാം റോട്ടിൽ റൂണിൽ ലോലിയുള്ള സമയത്തിൽ പോകും.
പിന്നെ ഈ അച്ഛനല്ല അമ്മയും അത് ഭാര്യയും മക്കളുമാണ് ഇത് ചെയ്തിരിക്കുക, അതായത് സമാധിയാക്കി അവരിത് കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പം നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നാട്ടുകാർക്ക് അതിൽ എന്താണ് പരാതി എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ഇളയ പയലും പെണ്ടാട്ടിയും തള്ളയും മാത്രമേ ഇവിടെ ഉള്ളൂ. മൂത്ത പയൽ ഇവിടെ വരില്ല. ചെറുപ്പേർ വല്ല ആവശ്യത്തിന് വരുള്ളൂ. വന്നാൽ അവിടെ ഒത്തുപോരുന്ന നിൽക്കും, അങ്ങ് പോകും. ഞാൻ അവനെ കാണുമ്പോൾ നമ്മളറിയാം അവൻ ഇവിടെ ഒന്നും നിൽക്കില്ല, ഒന്നുമില്ല. അവന് ഭാര്യയും മക്കളും കൊണ്ടുകൊണ്ട് ഇവിടെ ഒന്നും തെളിവ് വരില്ല.